വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 11 ഡേ 10 അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ജിൻഡോ ബ്രോയുടെ ചെറിയൊരു പെർഫോമൻസോട് കൂടിയാണ് തുടങ്ങിയത്. നമ്മുടെ അപ്സര ജിൻഡോ ബ്രോക്ക് കുറച്ച് ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതായിരുന്നു. ഇപ്പൊ നിലവിലുള്ള കണ്ടസ്റ്റൻസിൽ കുറച്ചെങ്കിലും ഒരു എന്റർടൈനിങ് ആയിട്ടുള്ളത് ജിൻഡോ ബ്രോ എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരൻ വന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഒരു സീരിയസ് ഒരു മനുഷ്യനാണെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് നിഷ്കളങ്കമായിട്ട് കുറെ മണ്ടത്തരങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസുമായിട്ട് നല്ല രീതിയിൽ നല്ല ഫ്രണ്ട്ലി ആയി നിന്നിട്ട് ചെറിയ ചെറിയ ഇതുപോലത്തെ ഫണ്ണി മൊമെന്റ്സ് ഒക്കെ നമ്മുടെ ജിൻഡോ ബ്രോ സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയാ, അപ്സര ജിൻഡോ ബ്രോനെ രാമനാഥനൊക്കെ ആയിട്ട് ഇങ്ങനെ അവരൊന്ന് കാണിച്ചു കൊടുക്കാൻ. അപ്പൊ ഇത് കണ്ടപ്പോ നമ്മുടെ ബിഗ് ബോസ് വരെ പറഞ്ഞു അതിഗംഭീരം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ചെറിയ പെർഫോമൻസ് ആണ്. പക്ഷെ പ്രാവശ്യത്തെ സീസൺ തുടങ്ങിയ മുതൽ നമ്മുടെ ബിഗ് ബോസ് കേൾക്കുന്നത് എന്താ, എടാ നീ വാടാ, നീ പോടാ, ഞാൻ പെണ്ണാടാ, ഞാൻ ആടാ, ഇതുപോലത്തെ സാധനങ്ങൾ മാത്രമാണ് ആ വീട്ടിൽ നിന്ന് കേൾക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഇതുപോലത്തെ ചില മുഹൂർത്തങ്ങളൊക്കെ കാണുമ്പോൾ ബിഗ് ബോസിന് വരെ തോന്നിപ്പോവാണ് അതിഗംഭീരമായിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ സീസൺ 6 എത്രത്തോളം ശോകമാണെന്നുള്ളത് നമ്മുടെ ബിഗ് ബോസിന്റെ റെസ്പോൺസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജാസ്മിൻ ഗബ്രി കോംബോ ആണ്. അവർ തമ്മിൽ എന്തൊക്കെ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേക്കിനെ നമ്മൾ വിചാരിക്കും അയ്യാ തുടങ്ങി, ഇറിറ്റേഷന് തുടങ്ങി വിചാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബിഗ് ബോസിന് വരെ അത് മനസ്സിലായി. ബിഗ് ബോസിന് തന്നെ മനസ്സിലായി ഇത് ശോകമാണെന്ന്. അപ്പൊ തന്നെ നമ്മുടെ ബിഗ് ബോസ് വീണ്ടും നമ്മുടെ ജിൻഡോ ബ്രോയുടെ ചെറിയൊരു ക്ലിപ്പിംഗ് ഇട്ടിട്ട് നമുക്ക് ആശ്വാസം തരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ജാസ്മിൻ ഗബ്രി ഒരു എന്താ പറയാ, ഒരു ഫൈറ്റിംഗ് സംഭവങ്ങളൊക്കെ പരീക്ഷിക്കുന്നുണ്ട്. അവർ തമ്മിൽ അടിയാണെന്നൊക്കെ, അവർ തമ്മിൽ ചെറിയ രീതിക്ക് അടിയായി എന്നൊക്കെ മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു പൊറോട്ട നാടകമൊക്കെ കളിക്കുന്നുണ്ട്. ആരൊക്കെ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ റോക്കി ഇരിക്കുന്ന സമയത്ത് ജാസ്മിൻ പ്രണയത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ഒരു ബലൂണാണ് ഗബ്രി. ബലൂൺ പൊട്ടി അടുത്ത ബലൂൺ നീ ഊതും. ഗബ്രി എന്റെ ബലൂണല്ല. റോക്കി ഇവരുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് അറിയാനുള്ളവർ എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ക്ലാരിറ്റി വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് പറയും, ഇപ്പൊ നമുക്കറിയാം ഗബ്രിയും ജാസ്മിനും അവിടെ സ്ട്രാറ്റജിയാണ്, ഗെയിം സ്ട്രാറ്റജിയാണ് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് സ്ട്രാറ്റജിയാണ്. അപ്പൊ അതിൽ അവര് ആക്ച്വലി സക്സസ്ഫുള്ളും ആണ്. കാരണം എന്താ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ സംസാരിക്കുന്നതൊക്കെ അവരെ കുറിച്ച് തന്നെയാണ്. കണ്ടന്റ് ഒക്കെ ആ ഒരു കോംബോ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഫൈറ്റ് ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അവർ സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി കണ്ടസ്റ്റൻസിനെ എന്ത് മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ച് സംസാരിക്കും തോറും അവർക്ക് തന്നെയാണ് സ്ക്രീൻ സ്പേസ് കിട്ടുന്നത്, അവരെ തന്നെയാണ് കൊണ്ടുപോകുന്നത് ഷോ. അത് വെറുപ്പിച്ചിട്ടാണെങ്കിൽ ഇപ്പം നോമിനേഷൻ അവര് പവർ റൂമിലായ കാരണം അവരെന്തായാലും നോമിനേഷനിൽ വരുന്നില്ല. അപ്പോൾ ഈ എന്താ പറയാ, ഈ ഒരു വീക്ക് ഇങ്ങനെ കൊണ്ടുപോയി അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് അവർ ഗെയിം മാറ്റും. അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഇത് മനസ്സിലാക്കി അവർക്ക് അവരെ കുറിച്ചൊന്നും സംസാരിക്കാണ്ടിരിക്കുക, മറ്റു കണ്ടന്റ് കൊടുക്കുക. അതാണ് മറ്റു കണ്ടസ്റ്റൻസിന് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെയുള്ള എല്ലാവരും സംസാരിക്കുന്നത് എന്താ, ഇവരുടെ ഒരു കോമ്പോനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ച് തന്നെ ആ ഒരു കോംബോ അവരെ ഒരു പെർസ്പെക്റ്റീവ് ഇത് സക്സസ്ഫുൾ തന്നെയാണ്. അത് നമ്മൾ പ്രേക്ഷകർ നോക്കുമ്പോൾ നമ്മളെ വെറുപ്പിക്കുന്നതാണെങ്കിൽ പോലും അത് തന്നെയാണ് കോണ്ടന്റ്. അവർ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. കുറച്ച് നാൾ ഇങ്ങനെ വെറുപ്പിച്ചിട്ട് ഈ ഒരു കോംബോ കൊണ്ടുപോകും, അടുത്തൊരാഴ്ച ആകുമ്പോഴത്തേക്കും അവർ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് കൊണ്ടുവരും. അതാണ് എനിക്ക് അവരുടെ ഒരു ഗെയിം കണ്ടിട്ട് തോന്നുന്നത്. അത് കഴിഞ്ഞ് ഇന്നത്തെ ടാസ്ക് വന്നു. എൻ്റെ ബിഗ് ബോസ് ഒരു മാറ്റവും ഇല്ലല്ലോ. ഈ മലയാളം ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ തൊട്ട് കാണുന്ന ടാസ്കുകൾ തന്നെയാണ് വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. ക്ലാസിക് ടാസ്ക് ആണെന്നൊക്കെ പറഞ്ഞു കൊടുത്തത്. പേപ്പർ കപ്പുകൊണ്ട് പിരമിഡ് ഉണ്ടാക്കണം. ടീമിലെ കുറച്ച് അംഗങ്ങൾ ഉണ്ടാക്കുമ്പോൾ മറ്റുള്ള അംഗങ്ങൾക്ക് ബാക്കിയുള്ള ടീം ഉണ്ടാക്കുന്നത് ബോൾ എറിഞ്ഞിട്ട് പൊട്ടിക്കാം. ഇതാണ് ടാസ്ക്. അങ്ങനെ ടാസ്ക് തുടങ്ങി. ഇപ്രാവശ്യം ആദ്യമായിട്ട് നമ്മുടെ ടണൽ ടീമാണ് കേട്ടോ നല്ല രീതിയിൽ പെർഫോം ചെയ്തത്. നമ്മുടെ ജിൻഡോ ബ്രോയുടെ ടീമാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്തത്. അവരുടെ ടീമിൽ 3 ആൾക്കാർ മാത്രമേ ഉള്ളൂ. നമ്മുടെ നിഷാന പിരമിഡ് ഉണ്ടാക്കുന്നു, ജിൻഡോ ബ്രോ ബോൾ വരുന്നത് തടയുന്നു, നമ്മുടെ രശ്മിൻ ബായ് ബോൾ എറിയുന്നു. ഇതായിരുന്നു അവരുടെ ഒരു സ്ട്രാറ്റജി. അപ്പോൾ നമ്മുടെ ജിൻഡോ ബ്രോ ഒറ്റക്കാണ് കേട്ടോ ഈ ബോൾ മൊത്തം തടഞ്ഞത്. അതിൽ പുള്ളിക്ക് നല്ലൊരു അപ്ലോസ് കൊടുക്കണം.
ബാക്കി നമ്മുടെ പവർ ടീമിൽ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. 3 അംഗങ്ങൾ നമ്മുടെ ഗബ്രി, യമുന, ശ്രീരേഖ, ഇവർ 3 പേരും കൂടി ബോൾ തടയാൻ നിന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ മത്സരത്തിൽ വിജയിച്ചത് ജിൻഡോബ്രോയുടെ ടീമായിരുന്നു. പക്ഷെ ബസർ അടിച്ചതിന് ശേഷം നമ്മുടെ ജാസ്മിൻ ബോളറിന് കാരണം അവരുടെ പിരമിഡ് പൊട്ടിപ്പോയി. സത്യത്തിൽ കറക്റ്റായിട്ട് പിരമിഡ് ഉണ്ടാക്കിയതും അവരുടെ ടീം തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് പൊട്ടിപ്പോയി. അപ്പോൾ അതിനുവേണ്ടി അവർ തല്ലുകൂടുന്നുണ്ടായിരുന്നു. ബസറിന് ശേഷമാണ് വന്നത് എന്ന്. പക്ഷെ നമ്മുടെ ക്യാപ്റ്റൻ അപ്സരയായിരുന്നു അത് ജഡ്ജ് ചെയ്യേണ്ടത്. പക്ഷെ ക്യാപ്റ്റൻ കണ്ടില്ല, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന് അപ്പോൾ മറ്റു രണ്ട് ടീമിന്റെ പിരമിഡ് നോക്കിയിട്ടാണ് ജഡ്ജ് ചെയ്യണത്. സത്യം പറഞ്ഞാൽ 2 പേരുടെ പിരമിഡും പിരമിഡ് ഷേപ്പ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. വെറുതെ ജസ്റ്റ് ഇങ്ങനെ കപ്പ് പെറുക്കി വെച്ചിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പിരമിഡ് ഷേപ്പ് ഉണ്ടായിരുന്നില്ല. അതിനുള്ള നമ്മൾ റോക്കി പവർ ടീം ഉണ്ടാക്കിയ പിരമിഡിന്റെ മുന്നിൽ നിന്ന് ഈ ബോൾ പെറുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബോൾ പെറുക്കും അത് തന്നെ വീണ കേട്ടോ. ആ പിരമിഡ് തന്നെ വീഴുന്നതായിട്ടാണ് കാണുന്നത്. റോക്കി തട്ടിയിട്ടതല്ല ആക്ച്വലി. പിന്നെ ഓൾറെഡി വീണത് കൊണ്ട് അവസാനത്തെ ബാക്കിയുള്ളത് റോക്കി എറിഞ്ഞു വീഴ്ത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജാസ്മിൻ വിചാരിച്ചു റോക്കി മനഃപൂർവ്വം അത് തട്ടിയിട്ടതാണെന്ന് വെച്ചു. പിന്നെ വീണ്ടും ചാൻസ് കിട്ടിയല്ലോ. റോക്കിക്കെതിരെ കിട്ടുന്ന ഒരു ചാൻസ് നമ്മുടെ ജാസ്മിൻ വിടാറില്ല. പിന്നെ അവർ തമ്മിലുള്ള ഒരു കോമ്പോസിനൊക്കെ ഉണ്ട്. അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, പറഞ്ഞു മടുത്തു. അതേപോലെ നമ്മുടെ റോക്കി ആണെങ്കിലും ജാസ്മിനെതിരെ എപ്പോഴും ഒരു വൃത്തികെട്ട ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെ തളി കയറി പോകുന്നുണ്ട്. അപ്പൊ നീ ഇങ്ങനെ വരുമ്പോഴേ ഇങ്ങനെ പോകുന്ന പെമ്പിള്ളേരെ കാണും, അത് വെച്ച് നീ എന്നെ അങ്ങ് കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ജാസ്മിൻ വലിയ മാസ് ഡയലോഗ് ഒക്കെ പറയുന്നുണ്ട്. നീ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ പോകുന്ന പെണ്ണിനെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതേ സാധനം തന്നെ കേട്ട് ഇപ്പൊ റോക്കിന്റെ അടുത്ത് ഇതേ സാധനം തന്നെയാണല്ലോ പറയുന്നത്. അപ്പൊ അതൊക്കെ കണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഇതൊന്നും കാണുമ്പോന്നും തോന്നുന്നില്ല. അപ്പോ വീണ്ടും ഈ നമ്മുടെ ക്യാപ്റ്റന് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ആകെ ഉണ്ടായിരുന്ന 2 നിർമ്മിതിയിൽ ഒന്ന് വീണ്ടും പൊട്ടിത്തകർന്നു. അപ്പോ ഈ ദയനീയ അവസ്ഥ കണ്ട്, അതായത് വിഡ്ഢികളായ കണ്ടസ്റ്റൻസ് കാരണം ബിഗ് ബോസ് വീണ്ടും ഈ മത്സരം ഒന്നുകൂടെ വെക്കുകയാണ്. അതിനുശേഷമാണ് അടുത്ത ഫൈറ്റിലേക്ക് കടക്കുന്നത്. നമ്മുടെ ഗബ്രി കുഞ്ഞുമോൻ LKG നിന്നും വീണ്ടും പ്രീ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയി ഇരിക്കുകയാണ്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി പറയുന്നത് നമ്മുടെ റോക്കി ഉന്നം വെച്ച് എറിയുകയാണ്. ഉന്നം വെച്ച് ആളുകളുടെ അസ്ഥാനത്തെറിഞ്ഞ് പൊള്ളിക്കുകയാണെന്നാണ് ആരോപണം. എന്ത് കാര്യമുണ്ടാ റോക്കി ഇങ്ങനെ നിന്നത്? എവിടെ പവർ? എവിടെ നിന്റെ ബോളിന് പവറില്ല, പെൺപിള്ളേരെ അറിയാതെ ആമ്പിള്ളേരെ. എന്റെ പൊന്നു ഗബ്രി മോനെ, ഇതൊരു ഗെയിമാണ്. ഇവിടെ ഇത്ര പവറിൽ എറിയാവൂന്നൊന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ റോക്കി നല്ല പവറിൽ തന്നെ അറിയുന്നത്. എന്തുകൊണ്ടാണ്? ഇവർ 3 പേര് നിരന്ന് നിന്നിട്ടുണ്ട്. ഈ 3 പേരെ വെട്ടിച്ചുകൊണ്ട് കപ്പിൽ എന്തായാലും പൊളിക്കാൻ പറ്റില്ല. അപ്പോൾ റോക്കി വിചാരിച്ചാണ് നല്ല പവറിൽ എറിഞ്ഞ് വേദന ഉണ്ടെങ്കിൽ മാറിക്കോളും, അപ്പോൾ കപ്പിനോട്ട് എറിയാം. അതൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് കാണാം കേട്ടോ. ഇത്ര പവറിൽ എറിയാവൂന്ന് ബിഗ് ബോസ് പറയാത്തിടത്തോളം അതൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് തന്നെ കാണാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസും ഒക്കെ പറയുന്നുണ്ട് അവർക്കും ഒക്കെ ഏറ് കൊണ്ടിട്ടുണ്ട്. പിന്നെ അവരെല്ലാവരും ഗെയിം സ്പിരിറ്റിൽ എടുത്തു. പക്ഷെ നമ്മുടെ ഗബ്രിമോൻ മാത്രം ഇത് റോക്കി മനഃപൂർവ്വം പക തീർത്തതാണ്, റോക്കി മനഃപൂർവ്വം അസ്ഥാനത്ത് ഉന്നം വെച്ചെറിഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ മുട്ടം വഴക്കാണ്. റോക്കിക്ക് എന്തായാലും മുന്നം വെച്ചെറിഞ്ഞതല്ല എന്നുള്ളത് അടുത്ത സീൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഗെയിം കഴിഞ്ഞതിന് ശേഷം റോക്കി ഈ പവർ ടീം ഉണ്ടാക്കിയ പിരമിഡ് എറിഞ്ഞ് പൊട്ടിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ആളുകളൊക്കെ മാറിയതിന് ശേഷം എറിഞ്ഞപ്പോഴും അത് കൊള്ളുന്നത് ശ്രീരേഖക്കാണ്. അപ്പൊ തന്നെ മനസ്സിലാകാം റോക്കി ഉന്നം വെക്കുന്നതൊന്നും അല്ല കൊള്ളുന്നെന്നുള്ളത്. പക്ഷെ ശ്രീരേഖ അത് നല്ല വേദന ആയിട്ടുണ്ടാകും കേട്ടോ. കാരണം കയ്യിലാണ് കൊണ്ടത്. പക്ഷെ പുള്ളിക്കാരത്തിയും ഒക്കെ അതൊരു ഗെയിം സ്പിരിറ്റിൽ തന്നെയാണ് എടുത്തത്. ആദ്യം നല്ല പവറിലാണ് റോക്കി എറിയുന്നതെന്നൊക്കെ ശ്രീരേഖയും സമ്മതിച്ചായിരുന്നു. പക്ഷെ അതൊരു പ്രശ്നം ഉണ്ടാക്കാനൊന്നും എന്തായാലും അവിടെ നിന്നില്ല. ഗെയിം സ്പിരിറ്റിൽ തന്നെ അവരെടുത്തു. പക്ഷെ നമ്മുടെ ഗബ്രിമോ മാത്രം വിട്ടുകൊടുക്കുന്നേ ഇല്ല. ഇത് അവൻ അസ്ഥാനത്താണ് അറിഞ്ഞെന്ന് പറയുന്നു. നമ്മുടെ സിജോ പോയിട്ട് അത് ക്ലാരിറ്റി എടുക്കുന്നുണ്ട്. ഓക്കെ, ഗബ്രിയുടെ അസ്ഥാനത്ത് കൊണ്ടു. ബാക്കിയുള്ള ആരുടെയൊക്കെ അസ്ഥാനത്താണ് കൊണ്ടത്?
ക്ലാരിറ്റി കൊടുത്താൽ മതി. സിജോ പോയി ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രീരേഖ വന്നിട്ട് ഇത് ഏത് അസ്ഥാനാണെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഡയലോഗ് ഉണ്ട്. അത് നിങ്ങൾ കണ്ടോക്ക്. അപ്പൊ അത് ശ്രീരേഖയുടെ നല്ലൊരു കോമഡി ആണ് കേട്ടോ. ഇന്നലത്തെ എപ്പിസോഡിൽ ആകെ കൂടെ ചിരിച്ചത് ആ ഒരു ഡയലോഗ് കേട്ടപ്പോഴാണ്. ഗബ്രി അവിടെ വീണ്ടും ശശിയായി. നമ്മുടെ ബിഗ് ബോസ് വിളിപ്പിച്ചിട്ട് ഗബ്രിയോട് തന്നെയാണ് പറഞ്ഞത് ഇതൊരു ഗെയിം സ്പിരിറ്റിൽ എടുക്കണം എന്നുള്ളത്. അവിടെ റോക്കി ചെയ്തത് തെറ്റായിട്ടൊന്നും ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നില്ല. പിന്നെ റോക്കിയുടെ ഭാഗത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് പ്രൊവോക്കായി, പിന്നെ വെറുതെ പോയി അടിയുണ്ടാക്കുന്ന ഒരു പ്രശ്നമുണ്ട് റോക്കിക്ക്. അപ്പോൾ അത് റോക്കി നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ റോബിനൊക്കെ ഔട്ടായ പോലെ ചിലപ്പം റോക്കി പോകുന്നത് നമ്മൾ കാണേണ്ടി വരും. അങ്ങനെ നമ്മുടെ ഗബ്രി ശശിയായി കൺഫെഷൻ റൂമിൽ നിന്ന് പുറത്തു വന്നു നമ്മുടെ ജാസ്മിൻ മൂടും. ആ ഗബ്രിയെ സപ്പോർട്ട് ചെയ്ത് ജാസ്മിൻ ഇതൊന്നും കണ്ടിട്ടില്ല, ഉന്നം വെച്ചിരുന്നത് ഇതൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഗബ്രി പറയുമ്പോൾ അപ്പം തന്നെ ജാസ്മിനും കൂട്ടുകൊടുക്കും. അതാണല്ലോ ശീലം. സോറി, നമ്മൾ ബിഗ് ബോസ് വിളിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ വീണ്ടും ഇവർ തമ്മിൽ ഇങ്ങനെ നീ ആണാണെങ്കിൽ എറിയടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഗബ്രി നമ്മുടെ റോക്കിനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. റോക്കി ബോൾ എടുത്ത് എറിയുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് ഇഷ്യൂസ് വീണ്ടും ഉണ്ടാകുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി എന്തോന്നാണ് ഇതെന്ന് തോന്നുന്നത്. കാരണം ഇവൻ നമ്മളൊക്കെ ഒത്തിരി പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ആളുകളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എസ്പെഷ്യലി ബിഗ് ബോസ് പോലത്തെ ഒരു വലിയൊരു ഷോയിലൊക്കെ കണ്ടസ്റ്റൻസിനെ വിളിക്കുമ്പം, അതും നമ്മുടെ മുമ്പത്തെ ബിഗ് ബോസ് സീസൺസ് ഒക്കെ കണ്ട് പരിചയമുള്ള ആളുകൾക്ക് അറിയാം ഒരു അവിടെ മെയിൽ ഫീമെയിലൊന്നുമില്ല കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ. എല്ലാവരും ഈക്വലാണെന്നുള്ള കാര്യമൊക്കെ അറിയാം. പിന്നെ ഈ ഗബ്രീനൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് നല്ല രീതിയിൽ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ഇന്നത്തെ യുവത്വത്തിൻ്റെ ഒരു പ്രതീകം എന്നൊക്കെയാണ് ഗബ്രീനൊക്കെ വിചാരിച്ചത്. പക്ഷെ ഗബ്രിയൊക്കെ എപ്പോഴും ഇതേ ഡയലോഗാണ്, എടാ ആണാണെങ്കിൽ എറിയടാന്നൊക്കെ പറഞ്ഞിട്ട് വെറുപ്പിക്കലാണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗബ്രിയും ജാസ്മിനും നല്ല രീതിക്ക് ഗെയിം കളിച്ചു കേട്ടോ. അതായത് നല്ല രീതിക്ക് നമ്മുടെ റോക്കിനെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. അതെനിക്കിഷ്ടം. റോക്കി നല്ല രീതിയിൽ പ്രൊവോക്കായി പോയിട്ട് ബിഗ് ബോസ് പ്രോപ്പർട്ടി ഒക്കെ ഇട്ടിച്ചു. എടോ റോക്കി, തനിക്ക് അറിയാമല്ലോ ഇവർ പ്രൊവോക്ക് ചെയ്യാനിരിക്കുന്നതാണെന്ന്. മര്യാദയ്ക്ക് ഒഴിഞ്ഞു മാറി പോയാൽ മതിയായിരുന്നില്ലേ? വെറുതെ പോയി ബിഗ് ബോസ് പ്രോപ്പർട്ടി ഒക്കെ നശിപ്പിച്ചിട്ട് എന്ത് തന്നെ ആയാലും ലാലേട്ടൻ വന്നാൽ ഇതിന്റെ മേലൊരു ആക്ഷൻ ഉണ്ടാവും, അത് ഉറപ്പാണ്. എനിക്ക് തന്നെ അറിയാം, പ്രത്യേകിച്ച് വലിയ രസമൊന്നുമില്ല. ഇത് പറയുമ്പം എനിക്ക് തന്നെ ബോറടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് എന്ത് തോന്നി എന്നുള്ളത് കോമൻസ് ആയിട്ട് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.